അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഊഷ്മളമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ടൂറിസം വാരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലേക്കും പണം എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റോഡിലൂടെ ഇപ്പോൾ പോകാൻ വയ്യ, ഒരു കാലത്തും ഇല്ലാത്ത തിരക്കാണ് എല്ലായിടത്തും. എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ തന്നിരിക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നാണ്. ബാങ്കിലൊന്നും ഇപ്പോൾ കൊണ്ടുപോയിട്ടരുത്, ഇത് മുഴുവൻ ചെലവാക്കണം. അങ്ങനെ ഈ പണം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഖജനാവിലേക്ക് വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കും, ടാക്സായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു 5-6 റൗണ്ട് കേരളത്തിൽ ഈ പൈസ ഇപ്പോൾ മുടക്കിയിരിക്കുന്ന പൈസ 5-6 റൗണ്ട് കറങ്ങുമ്പോൾ മണി ഇൻ സർക്കുലേഷനാണ്. അത് തിരിച്ച് വീണ്ടും ഖജനാവിലേക്ക് വരുമ്പോൾ ഇതിലും കൂടുതൽ പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും നന്നായി ചെലവാക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. സിനിമയുടെ വെള്ളിത്തിരയിൽ ചിരിയുടെയും പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച കലാകാരൻ, യുവത്വത്തിന്റെ ചുറുചുറുക്കും സ്വാഭാവികമായ അഭിനയ ശൈലിയും എന്നും പുതുമ തേടുന്ന കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിൽ ഒരു പുതുതരംഗം സൃഷ്ടിച്ച് എല്ലാ കാലത്തെയും പ്രേക്ഷകരോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ കുഞ്ചാക്കോ ബോബനെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മന്ത്രിമാർ, MLA-മാർ, മറ്റ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും സൂചിപ്പിച്ച പോലൊരു ദീർഘമായ പ്രസംഗത്തിന് ഞാനും മുതിരുന്നില്ല. എന്നാലും ഓണം എന്നുള്ള വാക്ക് നമ്മൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാലങ്ങൾക്ക് അതീതമായി, വേഷങ്ങൾക്ക് അതീതമായി, രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അതീതമായി മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഓണവാരാഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതുപോലുള്ള പല വേദികളും അതിനേക്കാൾ വലിയ സദസ്സുകളും കൂട്ടായ്മകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിനുമപ്പുറം വേറൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓണമെന്ന് പറയുമ്പോൾ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, സമാധാനം എന്നതിനപ്പുറം നമ്മൾ ഓർക്കുക മഹാബലി എന്നുള്ളൊരു പേരാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സമത്വമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാരി. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുരഭിലവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടാടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ആഘോഷിക്കുന്ന ഓണം. അപ്പം അതുകൊണ്ട് തന്നെ മലയാളികൾ ആഘോഷിച്ചിരുന്ന ഓണത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഈ മാറി വരുന്ന ഭരണ സംവിധാനത്തിലൂടെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ കേരളം ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന
ഒരു പ്രദേശമാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ വെനീസിൽ പോയിട്ടുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെനീസിനെ പടിഞ്ഞാറിൻ്റെ ആലപ്പുഴ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ടൂറിസം എവിടെയുണ്ടോ അവിടെ ലഹരിയുടെ ഒരു ആധിക്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൂഫാൻ എന്ന പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതാണ്, ഒന്നാമതാണ്. ജനസംഖ്യയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ എണ്ണത്തിലല്ല, അതിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണത്തിലാണ്, ശക്തിയിലാണ് അത് അളക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു യുവതലമുറയെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവരെ വീഴുമ്പോൾ അതിൽ നിന്നും അവരെ കരകയറ്റുവാനായിട്ട് ഏതെല്ലാം രീതിയിൽ അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് തൂഫാൻ പദ്ധതി. അതിനോടനുബന്ധിച്ച ഒരു രസകരമെന്ന് പറയുന്നില്ല, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, മേ ആപ്കാ ഫിലിംസ് ബഹുത് ദേഖ്താ ഹൂ, മേ ആപ്കാ ഫാൻ ഹൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓ തൂഫാൻ ഹേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ 5 അതിഥി തൊഴിലാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അതാണ് തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അത് ഏറ്റവും നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ നല്ല വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറുന്നതിൽ നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ്. ഓണം നമുക്കറിയാം ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾ ഒന്നിച്ച് അത് ആഘോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഭാരതം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 100 വർഷത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം 1800 കാലഘട്ടങ്ങൾ മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ 100 വർഷത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. 40 കോടിയിലധികം ജനങ്ങളുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ 1 ലക്ഷത്തിൽ താഴെയുള്ള ബ്രിട്ടീഷുകാരാണ് അടക്കി ഭരിച്ചിരുന്നത്. 200 വർഷത്തോളം അവർ നമ്മളെ അടക്കി ഭരിച്ചു. അതിനുള്ള കാരണം എന്തായിരുന്നു? നമ്മളെല്ലാവരും വിഘടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു പൊതുവായ ശത്രു വന്നപ്പോഴാണ് ആ വിഘടനത്തിൽ നിന്ന് മാറി നമ്മൾ ഒന്നിച്ചു ചേർന്ന് അവർക്കെതിരെ പോരാടുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. അത് ഒരു പൊതുശത്രുവിനെതിരെ വേണ്ടിയിട്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ ഒരു നാനാത്വത്തിലെ ഏകത്വം നമ്മൾ ഓണാഘോഷ പരിപാടികളിൽ ഓണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് വളരെ വ്യക്തതയോടെ വളരെ ഉയർത്തി കാണിക്കാവുന്ന ഒരു കാര്യമാണ്. അത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ വിശ്വാസങ്ങൾക്ക് അതീതമായി, പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായി, വർണ്ണവർഗ വിവേചനങ്ങൾക്ക് അതീതമായി ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഒത്തുചേരുമ്പോൾ ഭാരതം ഏത് രീതിയിലാണോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊരു വാക്ക് ആഘോഷിക്കുന്നത്, അതേപോലെ ആ നാനാത്വത്തിലെ ഏകത്വം ഈ ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മയിലൂടെ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിലൂടെ നമ്മൾ ഒന്നുകൂടി ഉയർത്തി കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഓണത്തിന്റെ മാത്രമല്ല, ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ശ്രീ കുഞ്ചാക്കോ ബോബൻ. ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി ഡോക്ടർ ശശി തരൂർ MP ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ടൂറിസം ആൻഡ് കൾച്ചർ മിനിസ്റ്ററും ഇന്നു മുതൽക്ക് പ്രസിദ്ധപ്പെട്ട പാട്ടുകാരനുമായ ശ്രീ PC വിശ്വനാഥ്, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, സ്വാഗത പ്രസംഗം ചെയ്ത മന്ത്രി ശ്രീ K മുരളീധരൻ, വേദിയിൽ സഹകരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെ, MLA മാരെ, ടൂറിസം വകുപ്പിൻ്റെ ഭാരവാഹികളെ, ഇവിടെ ഇരിക്കുന്ന മഹാജനങ്ങളെ, തിരുവനന്തപുരം നിവാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ആദ്യം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ ചടങ്ങിനെ ദീർഘിപ്പിക്കാനല്ല,
ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ശ്രീ കുഞ്ചാക്ക ബോബൻ സൂചിപ്പിച്ച പോലെ ഓണം എല്ലാവരുടെയുമാണ്. ജാതി, മതം, റീജൻ, കേരളത്തിൻ്റെ ഓരോരോ ഭാഗത്ത് വരുന്ന എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ദിനമാണത്. ആ സന്തോഷം നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു. അതിനൊപ്പം നമ്മൾക്ക് ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. മാവേലി എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഒരിക്കൽ തിരിച്ചു വരുന്നത്? അദ്ദേഹം മാവേലി നാട് വാണിയിടും കാലം എല്ലാവരും ഒരുപോലെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് സമൃദ്ധി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് ഇപ്പോഴും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അത് ഗ്യാരണ്ടി ചെയ്യാൻ തന്നെ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ഓണത്തിൻ്റെ സ്പിരിറ്റ് ആണ് സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും സ്പിരിറ്റ്. എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാവർക്കും ഒരേപോലെ വികസനവും സഹായവും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സമൃദ്ധി എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കണം. അതിനല്ലേ രാഷ്ട്രീയക്കാരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ മഹാബലി ഇവിടെ വരുമ്പോൾ നമ്മളെ ആവശ്യപ്പെടുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വർഷത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇനി എന്നും പൂക്കാലം. പൂവെന്ന് പറഞ്ഞാൽ പഴയ കാലത്തിൻ്റെ കാര്യമല്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ പൂക്കലം വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. ഫ്ലവേഴ്സ് ആർ ഫോർ റിന്യൂവൽ, ഫോർ റിഫ്രഷിങ്. അപ്പോൾ ആ സ്പിരിറ്റിൽ നമ്മളുടെ ഈ ഓണം ആഘോഷം പുതിയ രീതിയിൽ കേരളത്തെ ആക്കാനാണ് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണത്. Our best days are not behind us. The future beckons with fresh flowers. അതാണ് ഇന്നത്തെ കഥ. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് ഒരു രണ്ട് വാക്കും കൂടി ചേർത്തിട്ട്, നമുക്ക് ഈ ആഴ്ചയുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ 35 വെന്യൂ ഉണ്ട് നമ്മളുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ. നിശാഗന്ധി ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും നിൽക്കുന്നു. കനകകുന്ന് അടുത്താണ്. മ്യൂസിയം കോമ്പൗണ്ടിലും പല പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ശംഖുമുഖത്തിൻ്റെ ബീച്ചിലും കോവളത്തിലും വർക്കലയിലുമൊക്കെ നമ്മൾ ഈ ആഘോഷത്തിൻ്റെ ഓരോരോ പരിപാടികൾ നടത്തുന്നുണ്ട്. ആറ്റിങ്കലിലും നെടുമങ്ങാടിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ ചെമ്പന്തിയിലത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുകുലത്തും കൂടി ഓണം ആഘോഷം നമ്മൾ നടത്തുന്നുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലിരിക്കാനോ ഒരു വേദിയിൽ സ്റ്റേജിൽ മാത്രം കാണാനല്ല, ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനാണ്. അതാണ് ഈ വർഷത്തിൻ്റെ പ്രോഗ്രാം വീണ്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ആഘോഷം എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ആഘോഷമാവണം. കനക്കെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നളചരിത്രം ഓരോരോ വൈകുന്നേരം ഉണ്ടാവും. നല്ല പെർഫോമേഴ്സാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഭാരത് ഭവനിൽ ഒരാഴ്ച ക്ലാസിക്കൽ മ്യൂസിക്കും ഡാൻസും. അതുമാത്രമല്ല, നമ്മളുടെ ഓരോരോ ഓരോരോ കാര്യങ്ങൾ ക്ഷേത്രത്തിലും മസ്ജിദിലും പള്ളികളിലുമൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. പടയാണി, തെയ്യം, എല്ലാം പല പല വിധത്തിൻ്റെ പെർഫോമൻസസ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ശംഖുമുഖത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് വെന്യൂ ഉണ്ട് മഹിളകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട്. അതിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പെർഫോം ചെയ്യാനൊരു അവസരം കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഓണത്തിന് ആഘോഷം എല്ലാവരും ഉൾപ്പെടുത്താനാണ്, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാനാണ്, എല്ലാവർക്കും മഹാബലിക്കൊരു സന്ദേശം കൊടുക്കണം. നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷം, പങ്കെടുക്കുന്ന ഒരു സമൃദ്ധി, അതാണ് കേരളത്തിൻ്റെ കഥ. ഞാൻ ദീർഘിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിഷ്ണുനാഥൻ്റെ രണ്ട് വകുപ്പുണ്ടല്ലോ, കൾച്ചറുമുണ്ട് ടൂറിസവുമുണ്ട്. കൾച്ചറുണ്ട്, ഞാനിവിടെ ചില ടൂറിസ്റ്റിനെ കാണുന്നു നമ്മളുടെ ഈ സദസ്സിൽ. വിദേശത്ത് വന്ന ചിലവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം മറക്കരുത്, ടൂറിസം നമ്മുടെ കേരളത്തിൻ്റെ വലിയ ഒരു എൻജിൻ ഓഫ് ലൈവ്ലിഹുഡായിട്ട് കാണണം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ടൂറിസമിലാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗവും ടൂറിസമിന് വേണ്ടി വാതിൽ തുറക്കണം. നമ്മൾക്ക് ഇന്നാൾ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തും തുറമുഖിൽ എല്ലാ വലിയ മദർഷിപ്പിന് വേണ്ടിയിട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ തുറമുഖിനെ തുറന്നു. എയർപോർട്ടിൻ്റെ കണക്ഷൻ നമ്മൾ കൂടുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം is no longer the end of the line. It is the gateway. A gateway to India. Gateway of India മുംബൈ എടുത്തു കഴിഞ്ഞു. Gateway to India is തിരുവനന്തപുരം. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും, ഓണം ആഘോഷിക്കാൻ വരുന്നവരും ഈ സ്ഥലം കാണുന്നവരും കേരളത്തിനെ അവർ ഹൃദയത്തിൽ കൊണ്ടുപോട്ടെ ഇവിടുന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ
ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടും വരാൻ പോകുന്ന നമ്മളെ കണ്ടിട്ട് ഈ സ്ഥലം വിട്ട് പോകുന്നവർക്കും കേരളത്തിൻ്റെ സൗന്ദര്യവും എല്ലാം അറിയട്ടെ. ഒരിക്കലും കൂടി മുഖ്യമന്ത്രിക്കും ടൂറിസം കൾച്ചർ മിനിസ്റ്ററിനും സർക്കാരിനും എൻ്റെ എല്ലാ വിധത്തിലത്തെ വോം കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു എക്സ്ട്രോഡിനറി വീക്കായി മാറി വരാൻ പോകുന്ന ഈ ആഴ്ച നമ്മൾക്ക് പല പല അവസരങ്ങളിലും തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞ പോലെ 35 സ്ഥലത്തിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. മഹാബലി എല്ലാ വർഷവും തിരിച്ചു വരുമ്പോൾ നമ്മളുടെ സന്തോഷം, നമ്മളുടെ സമൃദ്ധി, നമ്മളുടെ സ്നേഹം, നമ്മളുടെ സമാധാനം കൂടി കാണട്ടെ. എല്ലാവരും ഒരുമിച്ചിരിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഈ വേദിയിൽ കാണുമ്പോൾ നമ്മൾ ബോബനും ഞാൻ രണ്ടാളും പറഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് ഓണം എന്ന്. പക്ഷേ ഇതിൽ ജാതി, മതം, റീജൻ ഒക്കെ പറഞ്ഞ ശേഷം ഒന്നും കൂടി പറയായിരുന്നു, രാഷ്ട്രീയമില്ലാത്ത ഒരു അവസരമാണ്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവർ പ്രതിനിധികളുണ്ട് ഈ വേദിയിൽ, അവരെയും സ്വീകരിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് കേരളത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയും ഇനിയും എല്ലാ വർഷവും എല്ലാ സമയത്തും പൂക്കാലം തന്നെ ആവട്ടെ. എല്ലാവർക്കും ഒരിക്കലും കൂടി എല്ലാ മലയാളികൾക്കും, ലോകം മുഴുവൻ ഇരിക്കുന്ന മലയാളികൾക്കും, വന്ന ടൂറിസ്റ്റിന് എല്ലാവർക്കും ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ, ഓണം ആശംസകളോടെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട എം പിക്ക് നന്ദി ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരസഭ മേയർ ശ്രീ വി രാജേഷിനെ ക്ഷണിക്കുന്നു. ആരാധന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ അവർ, എല്ലാവർക്കും വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ലോകം കേരളത്തെയും പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം. ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സംരംഭത്തിൽ ഏതു തരത്തിലാണ് വളരെ മനോഹരമായി കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത്. വരാൻ പോകുന്ന ദിനങ്ങളിൽ കേരളത്തിലൊരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന സന്ദർഭം കൂടിയാണ് ഇത്. വളരെ നന്നായിട്ടാണ് ഈ അവസരത്തിൽ ഓണം ആഘോഷിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്ന എല്ലാവരും ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാത്ത സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വൈദഗ്ധ്യത്തോടെ ഈ ഓണാഘോഷം സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിഷ്ണുനാഥ് KSU യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു വിഷ്ണുനാഥ് ടച്ച് ഉണ്ടായിരുന്നു. എന്തായാലും ടൂറിസം വാരാഘോഷവും ആരംഭിച്ചത് വിഷ്ണു പാട്ട് പാടിക്കൊണ്ടാണെന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള സന്തോഷം കൂടിയുണ്ട്. കഴിഞ്ഞ 2-3 മാസമായി തുടർച്ചയായി മീറ്റിങ്ങുകളായിരുന്നു. ഞാൻ ഇന്നും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരുന്ന ജനങ്ങളുടെ സമാധാനമായി സന്തോഷമായി ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ കഴിഞ്ഞാണ് വരുന്നത്. ഇനി രാത്രി 1-2 കാര്യങ്ങളിലൂടെ സെറ്റ് കാരണം ഇവിടെ എനിക്കൊരു അപേക്ഷയുള്ളത് 6-8-10 ദിവസം നീണ്ടു നിൽക്കുകയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും പരമാവധി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും പോയാൽ മാത്രമേ നമ്മുടെ ബാധ്യതകൾ കുറയുകയുള്ളൂ, നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഓണത്തിന് വരുന്നവരൊന്നും തെരുവ് നായ്ക്കളൊന്നും ആക്രമിക്കാതെ പിടിക്കുവാൻ വേണ്ടി രാത്രിയും പകലും ഒക്കെ തന്നെ പ്രത്യേക സ്ക്വാഡൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘടകങ്ങളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനോഹരമായ ഓണാശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മേയർക്ക് നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ടൂറിസം ഡയറക്ടർ ശ്രീമതി അഞ്ജന MIAS ക്ഷണിക്കുന്നു. 2026 വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കുന്ന ഓണം വാരാഘോഷത്തിന് ഇവിടെ തിരികൊളുത്തിയിരിക്കുകയാണ്. ഒരുപാട് കലാവിരുന്നുകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സമയപരിധി കൊണ്ട് ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ അവർക്ക്, അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് അവർക്ക്, ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ KM മുരളീധരൻ അവർക്ക്, വിശിഷ്ടാതിഥി ശ്രീ കുഞ്ചാക്കോ ബോബൻ, ബഹുമാനപ്പെട്ട MP ശ്രീ ശശി തരൂർ, മേയർ വി രാജേഷ്, ഇവിടെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, മീഡിയാസ്, നിങ്ങൾ ഓരോരുത്തർക്കും ടൂറിസം വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.